ഗർഭിണികളിൽ ഉണ്ടാവുന്ന ഉത്കണ്ഠയും പിരിമുറുക്കവും ഗർഭസ്ഥ ശിശുവിനെ എങ്ങനെ ബാധിക്കും എന്നൊന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. കുഞ്ഞിനെ ആരോപിച്ചിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്യാപകരെ നന്നായി ഉപദ്രവിക്കും, ആയെ ഉപദ്രവിക്കും, മുൻപിൽ കാണുന്ന എല്ലാവരെയും ഉപദ്രവിക്കും, ക്ലാസ് വർക്ക്, ഹോംവർക്ക് എല്ലാം പെൻഡിങ്, പറഞ്ഞാൽ അനുസരണയില്ല. ഞാനിപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്നറിയാൻ നോട്ട്ബുക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ ഈ കുഞ്ഞ് അമിതമായ മൂഡ് സ്വിങ്ങിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലായി. കാരണം ചില പേജുകൾ അതിമനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു, ചില പേജുകൾ അലക്ഷ്യമായിട്ട് എഴുതിയിരിക്കുന്നു, ചില പേജുകൾ കുത്തി വരച്ചിരിക്കുന്നു. ഇപ്പൊ LP സെക്ഷനിലുള്ള ഒരു കുഞ്ഞിനോട് ഞാൻ സംസാരിക്കുന്നതിൽ അർത്ഥമുള്ള എനിക്ക് പേരൻസിനെ കാണണമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം സിംഗിൾ പേരന്റായ അമ്മ വന്നു. സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു അമ്മ. അവരുമായിട്ട് ഞാൻ ഏകദേശം 2 മണിക്കൂറോളം സംസാരിച്ചു. 2 മണിക്കൂർ സംസാരിക്കുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജസിന്റെ അസസ്മെന്റ് എടുക്കും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവരുടെ ഈ ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സംഘർഷപൂരിതമായിരുന്നു. കാരണം ഇവർ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിചാരിതമായിട്ടാണ് പ്രഗ്നന്റ് എന്നറിയുന്നത്. മാസങ്ങളും ദിവസങ്ങളും എണ്ണി കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങാനിരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച്, ഹസ്ബൻഡിനെ സംബന്ധിച്ച്, ഇവരെ സംബന്ധിച്ച് ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ എന്തായാലും മുന്നോട്ട് തന്നെ നീങ്ങി. പ്രസവമൊക്കെ കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞ ശേഷം ഇവർക്ക് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, പ്രസവാനന്തര വിഷാദത്തിലേക്ക് ഇവർ തെന്നി മാറി. അതിൽ നിന്നൊന്ന് കരകയറി വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡുമായിട്ടുള്ള സെപ്പറേഷൻ. ഹൈപ്പർ ആക്റ്റീവ് ഉള്ള കുട്ടികളുടെ ഇതുപോലെ പേരൻസിനെ വിളിച്ച് അസസ്മെന്റ് എടുത്ത് കേസ് സ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ എല്ലാം അവരുടെ പറയാനുള്ളത്, അവരൊത്തിരി സംഘർഷപൂരിതമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയേക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ സ്ത്രീകളും, ഇപ്പൊ 19 വർഷം മുമ്പ് അമ്മമാരൊക്കെ വീടുകളിലാണ് പ്രസവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വന്നു. പക്ഷെ അതനുസരിച്ച് പിരിമുറുക്കവും ടെൻഷനും ആദിയും ഉത്കണ്ഠയും ഒക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിൽ തന്നെയുള്ള കുറച്ച് ആദി വ്യാധി വെപ്രാളം ടെൻഷനും ഒക്കെ ഉണ്ട്. അതുകൂടാതെ പുറമേ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മിക്ക സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ആ ജോലിയുടെ പിരിമുറുക്കം, പിന്നെ നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ നമുക്ക് തരുന്ന സംഘർഷങ്ങൾ, പിന്നെ നമ്മളുടെ വീടുകളിൽ നിന്നുണ്ടാവുന്നത്, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ പഠനങ്ങളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മളിങ്ങനെ അമിതമായിട്ട് മാനസിക പിരിമുറുക്കത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ പോലെയുള്ള കൂടുതൽ രാസപദാർത്ഥങ്ങളുണ്ട്. അത് പ്ലാസെന്റർ വഴി കുഞ്ഞിലേക്ക് എത്തുകയും കുഞ്ഞിന്റെ ഫീറ്റൽ പ്രോഗ്രാമിങ് അല്ലെങ്കിൽ ബ്രെയിൻ സെറ്റിങ് അതിനെയൊക്കെ വളരെ മോശമായിട്ട് ഇത് ബാധിക്കുകയാണ്. അങ്ങനെ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉള്ള കുട്ടികൾ, പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികൾ, LD ഉള്ള കുട്ടികൾ, പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, വാശി, സ്ലീപ്പിംഗ് ഡിസോർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കണ്ടുവരുന്നു. അപ്പൊ ഇനി അമ്മമാരെ ആയിട്ട് ആദ്യം പിടിക്കരുത്, അയ്യോ ഞാൻ പൂർണ്ണമായ ഒരു ഗർഭാവസ്ഥയിലൂടെയാണ് കടന്നു പോയത്, അപ്പൊ എൻ്റെ കുഞ്ഞിനും ഇനി ഇതൊക്കെ ഉണ്ടാവുമെന്ന്. ഇതൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. ഉണ്ടായാൽ തന്നെ നിങ്ങൾ പേടിക്കണ്ട. നമ്മൾക്ക് ബെറ്റർ പേരന്റിങ് ഉണ്ട്. നമ്മളുടെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നമ്മൾ കാര്യക്ഷമമായിട്ട് സ്നേഹവും പരിപാലനവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഇതിൽ നിന്നൊക്കെ കരയേറ്റി കൊണ്ടുവരാവുന്നതാണ്.